പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ലല്ലേ? കുറച്ച് നാളായി നീ തുടങ്ങിയിട്ട്. നിനക്ക് എന്നെ മനസ്സിലായിട്ടില്ലല്ലേ? ഇനി നിൽക്കാനവിടെ നിൽക്കാനവിടെ അങ്ങനെ വിട്ട പറ്റില്ലല്ലോ. കുറച്ച് നാളായി നീ തുടങ്ങി. എന്താ ചെല്ല്, അങ്ങോട്ട് ചെല്ല്. അടി നീക്ക് കിട്ടിയോ ബാല? ഒന്നും പറയണ്ട കൊച്ചമ്മേ, എന്റെ ഗ്ലാമറും പോയി, എല്ലാം പോയി. പോരെ? എന്തേ ബാല? നമ്മുടെ ഗോമതി കൈ വിടുമെന്ന് തോന്നിയപ്പോ കയറിലൊന്ന് ചവിട്ടി പിടിക്കാൻ നോക്കിയതാ. കവളം കുത്തി മറിഞ്ഞു. എന്റെ നട്ടെല്ല് പോയി കൊച്ചമ്മേ. അവിടെ ഞാൻ എഴുന്നേറ്റ് ചെന്നപ്പോ കണ്ട കാഴ്ച. എന്തെങ്കിലും ആപത്തുണ്ടായോ ബാല? എന്റെ 10 സെന്റിലുണ്ടായിരുന്ന ഞാറൊക്കെ ഇവള് തിന്ന് തീർത്തു കൊച്ചമ്മേ. അയ്യോ, കഷ്ടമായി പോയല്ലോ. നമ്മുടെ ഗോമതി കുട്ടി ആയി പോയില്ലേ? ഇല്ലെങ്കിൽ ഞാൻ മോളെ, ആ പാത്രം ഇങ്ങെടുത്ത്. കറന്നു കഴിഞ്ഞിട്ട് തരാടി കൊച്ചമണി. മതി മതി, ആടി ഇങ്ങട്. നിനക്ക് ഞാൻ തരില്ലേ? അമ്മയുടെ പോലെ തന്നെ. ഓ, കുമ്പിടുമ്പോ എന്തൊരു വേദന. നട്ടെല്ലാം എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ? ഏയ്, മുമ്പ് ഞാൻ കുടിക്കട്ടെ, പിന്നെ നിനക്ക് തരാം. കൃഷ്ണ ഭഗവാൻ വരെ പാല് കട്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ ബാല ഇത്തിരി പാല് കട്ടുപിടിച്ചിട്ട് ലോകം ഇടിഞ്ഞൊഴിഞ്ഞ് വീഴൊന്നുമില്ലല്ലോ. പോണ്ടേ? എന്റെ എംടി പോക്കറ്റാണ്. 100 പിടിപ്പിക്കാനുള്ള കാശ് എന്റെ കയ്യിലുണ്ട്. എന്നാ വാ. എടാ, അല്പം മദ്യപിച്ചത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല. ഞങ്ങൾ ആരും മദ്യപാനികളല്ല. ഒരു രസത്തിന് അല്പം മദ്യപിക്കുന്നത് മാത്രം. നീ വരുന്നോ? ഞാനില്ല, നിങ്ങൾ പോയിക്കോ. ഒരു പെണ്ണുണ്ടായിരുന്നു, അതിന്റെ കല്യാണം കഴിഞ്ഞു. ഇനിയുള്ള 6 ഏക്കർ തെങ്ങിൻ തോപ്പും 10 പറയ്ക്കുള്ള കണ്ടവും ഒരു ഗ്ലാമർ വീടും ചെക്കന്റെ പേരില്ല. ഇതൊന്നും നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. നടക്കും കൊച്ചമ്മേ, ഇല്ലെങ്കിൽ ഈ ബാലൻ നടത്തും. എന്ത് പറഞ്ഞു ബാല? എന്താ ബാല? അവർക്ക് പെണ്ണിനെ പിടിച്ചില്ല അത്രേ. ഒരു കണ്ണല്പം കോങ്ങണ്ണാണ്. നീ എന്താണ് പറയുന്ന ബാല? അവളുടെ കണ്ണിന് എന്ത് കുഴപ്പമെന്നാ? എനിക്ക് അറിഞ്ഞൂടെ കൊച്ചമ്മേ? രാജിക്കൊച്ചിന് ഞാൻ ഇന്നലെ കാണാൻ തുടങ്ങിയതാ. അവര് പറഞ്ഞതാ. കഴിഞ്ഞ പ്രാവശ്യം വന്ന എഞ്ചിനീയർ പറഞ്ഞു കയ്യിനെന്തോ കുഴപ്പമുണ്ടെന്ന്. അതിനു മുമ്പ് വന്ന വക്കീൽ പറഞ്ഞു ചുണ്ടു കോടിയതാണെന്ന്. ഈ വരുന്നവർക്കൊന്നും കണ്ണില്ലേ കാണാൻ? അല്ലെങ്കിലും വരുന്നവരെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവൾക്ക് മാലയോഗമായിട്ടില്ല. അട്ടമത്തെങ്കിൽ ആദിത്യനാ നിൽക്കുന്നത്. ഏതായാലും 1 വർഷത്തേക്ക് കൂടി ആദിത്യനെ വിടാതെ പിടിച്ചോളണം. ചേട്ടന്റെ സുധയുടെയും വിവാഹം ഒന്ന് കഴിയണം. എനിക്കൊരു ജോലിയും കിട്ടണം.
അത് കഴിഞ്ഞാൽ പിന്നെ ആദിത്യനെ ഞാൻ ഓടിച്ചോളാം. ഉം? ഞാൻ പോട്ടെ. അപ്പോ ഇന്റർവ്യൂവിന് പോകുന്നില്ലേ? പ്രസ്സിൽ പോയി ചേട്ടനൊന്ന് കണ്ടിട്ട് വേണം. രാവിലെ ചേട്ടനോട് പറയാൻ മറന്നു. എറണാകുളത്ത് നിന്നൊരു ഇന്റർവ്യൂ ഉണ്ട്. ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാ? GICയിൽ ക്ലാർക്ക് പോസ്റ്റിലേക്കാ. ഓ, ദീപം 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 ചേട്ടാ, ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? ബസ് ചാർജ് നഷ്ടം. ഹരീന്ദ്രൻ, അവിട്ട നക്ഷത്രം, പുഷ്പാഞ്ജലി. കൊല്ലവും ഈ ദിവസം ആരാണ് ഇവിടെ കൊണ്ടുവയ്ക്കുന്നത്? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പൂജാരി ഇപ്രാവശ്യവും പ്രതിയെ തിരക്കി. എന്നിട്ട് വാദി എന്ത് പറഞ്ഞു? അടുത്ത പിറന്നാളിന് വാദിയും പ്രതിയും ഒന്നിച്ചു വന്ന് പുഷ്പാഞ്ജലി നടത്താം എന്ന് പറഞ്ഞു. പിറന്നാൾ സമ്മാനം അവിടെ. ഹരിയേട്ടൻ എന്താ ചിരിക്കുന്നത്? ചെറുപ്പകാലത്തെ കുറിച്ച് ഓർത്തുപോയി. നമ്മുടെ മണവാളനും മണവാട്ടി